1840-കളിൽ ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്തിരുന്ന വിയന്ന ജനറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ 2 ക്ലിനിക്കുകളുണ്ടായിരുന്നു, ക്ലിനിക് 1ഉം ക്ലിനിക് 2ഉം. രണ്ടും പ്രസവ വാർഡ് തന്നെയാണ്. ക്ലിനിക് 1ലുള്ളത് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സാണ്. ആ ഡോക്ടേഴ്സിനെ സഹായിക്കാനായിട്ട് കുറേ മെഡിക്കൽ സ്റ്റുഡൻസുമുണ്ട്. അതേസമയം ക്ലിനിക് 2വിൽ ഡോക്ടേഴ്സ് ആരുമില്ല. അവിടെ ഉള്ളത് പ്രസവമെടുക്കാനായിട്ട് പ്രത്യേകമായി പരിശീലനം കിട്ടിയിട്ടുള്ള സ്ത്രീകളാണ്. അവരാരും ഡോക്ടർമാരല്ല. പക്ഷേ ക്ലിനിക് 1ലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മരിക്കുന്നത്. പ്രസവശേഷം അവർക്ക് ഒരു പനി ഉണ്ടാകും. ആ പനിയെ തുടർന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മരിക്കും. പക്ഷേ ക്ലിനിക് 2വിൽ കാര്യമായിട്ടുള്ള മരണങ്ങളൊന്നും നടക്കുന്നില്ല. വിയന്നയിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. സ്ത്രീകൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ മടിയാണ്. കാരണം ഏതെങ്കിലും ഒരു തെരുവിൽ കിടന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ക്ലിനിക് 1നേക്കാൾ. ക്ലിനിക് 2വിൽ പോകാനായിരുന്നു കൂടുതൽ സ്ത്രീകളും താല്പര്യപ്പെട്ടിരുന്നത്. എന്തായിരുന്നു ക്ലിനിക് 1ൻ്റെ പ്രശ്നം? അത് മനസ്സിലാക്കാനായി 1840-കളിൽ അവിടെ ജോയിൻ ചെയ്ത ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ഡോക്ടർ പരിശ്രമിച്ചു. അദ്ദേഹമാണ് ഡോക്ടർ ഇഗ്നസ് സെമൽവെയ്സ്. അദ്ദേഹത്തിന് ഡേറ്റകളോട് വലിയ താല്പര്യമായിരുന്നു. എന്ത് കാര്യത്തിലും ഡേറ്റകൾ അനലൈസ് ചെയ്ത് അതിൽ നിന്നും ഒരു കൺക്ലൂഷൻ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി കൂടിയായിരുന്നു. അത്തരത്തിലുള്ളൊരു വ്യക്തിയുടെ മുൻപിലേക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ വിചിത്രമായിട്ടുള്ള ഒരു കണക്ക് എത്തപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ കയറി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുടെ ഗതി മനസ്സിലായി. ക്ലിനിക് 1ന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടെ പ്രവേശിക്കുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മരിക്കുന്നത്. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുത്തു. കഴിഞ്ഞ കുറേയധികം മാസത്തെ കണക്കെടുത്തപ്പോഴാണ് ശരിക്കും അദ്ദേഹം ഞെട്ടിപ്പോയത്. ക്ലിനിക് 1ൽ പ്രവേശിക്കുന്ന സ്ത്രീകളിൽ 18% ആളുകൾക്കും പനി വരും. ആ പനിയെ തുടർന്ന് അവർ മരണമടയും. അതേസമയം ക്ലിനിക് 2വിൽ പ്രവേശിക്കുന്ന സ്ത്രീകളിൽ വെറും 2% സ്ത്രീകൾ മാത്രമാണ് മരിക്കുന്നത്. അതായത് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സുള്ള ക്ലിനിക് 1ൽ പ്രവേശിക്കുന്ന 100 പേരിൽ 18 പേര് പിന്നീട് പുറംലോകം കാണില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള റീസണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം സീനിയേഴ്സായിട്ടുള്ള ഡോക്ടേഴ്സിനോട് ചോദിച്ചു. അവർ പറഞ്ഞത് ഇത് ക്ലൈമറ്റിൻ്റെ പ്രശ്നമായിരിക്കാം, ഈ ഭാഗത്ത് വളരെ മോശമായിട്ടുള്ള വായുവിൻ്റെ സഞ്ചാരമുണ്ട്, അതൊരു റീസൺ ആയിരിക്കാം. പക്ഷേ അത് ശരിക്കുമുള്ളൊരു റീസൺ ആണെന്ന് സെമൽവെയ്സിന് തോന്നിയില്ല. കാരണം ഈ 2 ക്ലിനിക്കുകളും ഏതാണ്ട് അടുത്തടുത്താണ് നിൽക്കുന്നത്. ക്ലിനിക് 1ൽ പ്രത്യേകമായിട്ടൊരു വായുസഞ്ചാരം ഉള്ളതായിട്ട് സെമൽവെയ്സിന് തോന്നിയില്ല. മറ്റു ചില ഡോക്ടേഴ്സ് പറഞ്ഞത് സ്ത്രീകൾക്ക് ഭയമാണെന്നാണ്. നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലേ, നമ്മുടെ മുമ്പിൽ വരുമ്പോൾ തന്നെ അവരുടെ മുട്ടിടിക്കും. ആ ഭയം കാരണമാണ് അവർ മരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിനോടും സെമൽവെയ്സിന് യോജിക്കാൻ സാധിച്ചില്ല. ഇതൊന്നുമല്ലാത്ത മറ്റെന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 2 ക്ലിനിക്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഉറപ്പായിട്ടും മിഡ്വൈഫ്സിനേക്കാൾ കൂടുതൽ അറിവുണ്ട്. അപ്പോൾ അതായിരിക്കില്ല ഫാക്ടേഴ്സ്, മറ്റെന്തോ ആണ് ഫാക്ടർ. അദ്ദേഹം 2 ക്ലിനിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ പതിഞ്ഞത് പ്രസവത്തിനായി കിടക്കുന്ന സ്ത്രീകളുടെ പൊസിഷനാണ്. ക്ലിനിക് 1ൽ കിടക്കുന്ന സ്ത്രീകൾ മലർന്നാണ് കിടക്കുന്നത്. മലർന്ന് കിടന്നുകൊണ്ടാണ് അവർ പ്രസവിക്കുന്നത്. അതേസമയം ക്ലിനിക് 2വിൽ പ്രസവിക്കാനായി കിടക്കുന്ന സ്ത്രീകൾ ചരിഞ്ഞാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലിനിക് 1ൽ അദ്ദേഹം ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു. ക്ലിനിക് 2വിൽ എങ്ങനെയാണോ സ്ത്രീകൾ പ്രസവിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ ക്ലിനിക് 1ലും പ്രസവിക്കണം. 1 മാസം അദ്ദേഹം ട്രയലിനായിട്ട് വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോഴും പഴയ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ക്ലിനിക് 1ൽ പ്രവേശിക്കുന്ന സ്ത്രീകൾ തന്നെയാണ് കൂടുതലായി മരിക്കുന്നത്. ക്ലിനിക് 2വിൽ കാര്യമായിട്ടും മരണമൊന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ അതല്ല പ്രശ്നം. ക്ലിനിക് 1ൽ അടിക്കടി മരണങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ എല്ലായ്പ്പോഴും ഒരു പള്ളിയിലച്ഛൻ വരും. അച്ഛൻ ഒരു മണിയൊക്കെ അടിച്ചുകൊണ്ടാണ് വരുന്നത്. മണിയൊക്കെ അടിച്ച് അവിടേക്ക് പ്രവേശിക്കും. അതിനുശേഷം അന്ത്യകർമ്മങ്ങളൊക്കെ അദ്ദേഹം അവിടെ നിന്ന് ചെയ്യും. ഈ മണിയടി ശബ്ദം കാരണം അവിടെ കിടക്കുന്ന സ്ത്രീകൾക്ക് വലിയ ഭയമുണ്ടാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് തന്നെ അവിടെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി വരുന്ന പ്രീസ്റ്റിനോട് ആ മണിയൊന്ന് ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. മണി ഒഴിവാക്കി 1 മാസം ട്രയലിന് വിട്ടു. 1 മാസം കഴിഞ്ഞപ്പോഴും പഴയ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു മാറ്റവുമില്ല. കൂടുതൽ പേരും മരിക്കുന്നത് ക്ലിനിക് 1ൽ തന്നെ
ക്ലിനിക് 2-വിൽ കാര്യമായിട്ടുള്ള മരണമൊന്നുമില്ല. ഡോക്ടർ ഇഗ്നസ് സെമൽവെയ്സ് പലതരത്തിലുള്ള ഫാക്ടേഴ്സ് മാറ്റിക്കൊണ്ടേയിരുന്നു. ഓരോ ഫാക്ടർ മാറ്റുമ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കും. സ്റ്റാറ്റിസ്റ്റിക്സിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിന് ശരിക്കും ഉത്തരം മുട്ടി. അങ്ങനെ ഉത്തരം മുട്ടിയ ഒരു ഘട്ടത്തിലാണ് ഒരു വലിയ അപകടം ആ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. വർഷം 1847. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു ഡോക്ടർ ജക്കോബ് കൊലസ്ക. ഡോക്ടർ ജക്കോബ് ഒരു ദിവസം ഒരു ഓട്ടോപ്സി നടത്തുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സ്റ്റുഡൻസുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും സ്കാൽപ്പൽ വഴുതി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് വീണു. വളരെ ചെറിയൊരു മുറിവ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായത്. പക്ഷേ അത് പിന്നീട് വലിയൊരു അപകടത്തിന് കാരണമായി മാറി. ആദ്യമൊക്കെ അദ്ദേഹത്തിന് ചെറിയ പനിയായിരുന്നു. ആ പനി അങ്ങ് കൂടി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിറയലോടുകൂടിയുള്ള ആ പനി കാരണം അദ്ദേഹം മരണമടഞ്ഞു. മരണശേഷം ഡോക്ടർ സെമൽവെയ്സ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ജക്കോബിൻ്റെ ഓട്ടോപ്സി പരിശോധിച്ചു. അത് പരിശോധിച്ചപ്പോഴാണ് സെമൽവെയ്സ് ശരിക്കും ഞെട്ടിപ്പോയത്. മുമ്പ് പ്രസവത്തിനിടയിൽ മരിച്ചിരുന്ന സ്ത്രീകളുടെ അതേ ലക്ഷണങ്ങൾ തന്നെയായിരുന്നു ജക്കോബിനും ഉണ്ടായിരുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പനി, വിറയൽ, ശേഷമുണ്ടാകുന്ന മരണം. സിംറ്റംസിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ ജക്കോബ് പ്രസവിച്ചിട്ടില്ല. ജക്കോബിന് പ്രസവിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഒരു പുരുഷനാണ്. അദ്ദേഹം ക്ലിനിക് 1-ലോ ക്ലിനിക് 2-ലോ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതേ ഹോസ്പിറ്റൽ തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന അതേ ലക്ഷണങ്ങൾ തന്നെ. രണ്ടിൻ്റെയും മരണകാരണം ഒന്നാണ്. ക്ലിനിക് 1-ൽ എന്തുകൊണ്ടാണ് കൂടുതൽ സ്ത്രീകൾ മരിച്ചതെന്നുള്ള ഉത്തരം ഈ ജക്കോബിൻ്റെ ഓട്ടോപ്സിയിൽ നിന്നും സെമൽവെയ്സിന് ഒരു ഏകദേശ ധാരണ കിട്ടി. ക്ലിനിക് 2-വിലുള്ളത് ഡോക്ടേഴ്സല്ല, മിഡ്വൈഫ്സ് ആണ്. അവരാരും ഓട്ടോപ്സി ചെയ്യുന്നില്ല. ക്ലിനിക് 1-ലുള്ളത് പരിശീലനം കിട്ടിയിട്ടുള്ള ഡോക്ടേഴ്സാണ്. അവർ ആ കാലഘട്ടത്തിൽ ഗൈനക്കോളജിസ്റ്റുകൾ മാത്രമായിരുന്നില്ല, അവരൊക്കെ ഓട്ടോപ്സിയും ചെയ്യുന്നവരായിരുന്നു. ഒരു മുറിയിൽ പോയി ഓട്ടോപ്സി ചെയ്ത് അതിനുശേഷം കൈ പോലും കഴുകാതെ അതേ കൈകളുമായി അവർ നേരെ പോകുന്നത് ക്ലിനിക് 1-ലേക്കാണ്. അവിടെ ഒരു കുഞ്ഞിനവർ ജന്മം നൽകും. അപ്പോൾ വ്യത്യാസമെന്ന് പറയുന്നത് ഓട്ടോപ്സി കഴിഞ്ഞിട്ടാണ് ഇവർ പ്രസവം എടുക്കുന്നത്. ക്ലിനിക് 2-വിൽ അത്തരത്തിലുള്ള ഒരു ഓട്ടോപ്സി നടക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വില്ലൻ ഓട്ടോപ്സിയാണ്. ശവശരീരത്തിൽ നടത്തുന്ന ഓട്ടോപ്സി കാരണമാണ് മരണം സംഭവിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് 1847-ലാണ്. ആ കാലഘട്ടത്തിൽ ലോകം ബാക്ടീരിയകളെക്കുറിച്ചും ജേംസിനെക്കുറിച്ചും ഒന്നും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ലൂയി പാസ്റ്ററിൻ്റെ ജേം തിയറി ഉണ്ടാകുന്നത് അതിനൊക്കെ ശേഷമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബാക്ടീരിയയെക്കുറിച്ചോ ജേമിനെക്കുറിച്ചോ ഉള്ള ഒരു ധാരണയുമില്ല. ഇതിനെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഒരു വാക്ക് കണ്ടെത്തി: കഡാവറസ് പാർട്ടിക്കിൾ. ശവശരീരത്തിൽ ഓട്ടോപ്സി ചെയ്യുമ്പോൾ ആ ശവശരീരത്തിൽ നിന്നും കയ്യിലേക്ക് ഒരു പ്രത്യേക പാർട്ടിക്കിൾ കയറും, കഡാവറസ് പാർട്ടിക്കിൾ. ഈ പാർട്ടിക്കിളുമായി നേരെ ലേബർ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രസവം എടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിലൂടെ കഡാവറസ് പാർട്ടിക്കിൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കും. ശേഷം ആ ഇൻഫെക്ഷൻ കാരണമുണ്ടാകുന്ന പനിയെ തുടർന്നുള്ള മരണം. അദ്ദേഹം ഒരു മാറ്റം വരുത്തി. ക്ലിനിക് 1-ലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസും കൈ കഴുകിയിരിക്കണം. വെറുതെ സോപ്പ് ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ടുള്ള കൈ കഴുകലല്ല, നല്ല വൃത്തിയായിട്ട് ക്ലോറിനേറ്റഡ് ലൈം ഉപയോഗിച്ചിട്ട് കഴുകണം. ശവശരീരത്തിൻ്റെ മണം പോകുന്നിടം വരെ കഴുകിക്കൊണ്ടേയിരിക്കണം. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 1 മാസം കഴിഞ്ഞ് വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പരിശോധിച്ചു. ഇത്തവണ അങ്ങനൊരു പരിശോധനയുടെ ആവശ്യം പോലുമില്ല. കാരണം വ്യക്തമാണ്, ക്ലിനിക് 2-വിലും ക്ലിനിക് 1-ലും നടക്കുന്നത് ഏതാണ്ട് ഒരേ നിരക്കിലുള്ള മരണമാണ്. രണ്ടിടത്തും 2% മാത്രം. കുറച്ചു നാളുകൂടെ ഈ പരീക്ഷണം മുന്നോട്ട് പോയി. കുറച്ചുകൂടെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. ക്ലിനിക് 2-വിൽ 2% മരണം നടക്കുന്നുണ്ട്. പക്ഷേ ക്ലിനിക് 1-ൽ ഒരു രീതിയിലുള്ള മരണവും നടന്നിട്ടില്ല. എല്ലാ സ്ത്രീകൾക്കും നന്നായി പ്രസവത്തിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിച്ചു. അദ്ദേഹം ഒരു വലിയ തിയറി ഉണ്ടാക്കിയിരിക്കുന്നു, ഒരു വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെ ലോകം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? അനവധി സ്ത്രീകളുടെ ജീവൻ രക്ഷിച്ചു, ഇനി ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നു. അദ്ദേഹം ഒരു രാജാവിനെ പോലെ വിലസുമെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കരുതുക. എന്നാൽ അങ്ങനെയല്ല. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് ശരിക്കും ശാസ്ത്രമല്ല, മനഃശാസ്ത്രമാണ്. ആ കാലഘട്ടത്തിലെ ഡോക്ടേഴ്സിന് ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അവർ ശരിയാണ്, അവർ മാത്രമാണ് ശരിയെന്നുള്ള തെറ്റിദ്ധാരണ.
ശാസ്ത്രം ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടൊന്നും വളർന്നിട്ടില്ല. പക്ഷേ ശാസ്ത്രത്തെക്കുറിച്ചുള്ള സകല കാര്യവും അവർക്കറിയാമെന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ. അവരുടെ കയ്യിൽ അഴുക്കുണ്ട് അല്ലെങ്കിൽ കഡാവറസ് പാർട്ടിക്കിൾ ഉണ്ടെന്നുള്ളത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. സെമൽവെയ്സ് പിന്നീട് യൂറോപ്പിൽ നടന്ന ഒരു പ്രശസ്തമായ മെഡിക്കൽ കോൺഫറൻസിൽ വെച്ച് ഈ ഡേറ്റയൊക്കെ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം പ്രസ്താവിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിന് ഒരു ഇൻസൾട്ടായിട്ടാണ് തോന്നിയത്. ആ കാലഘട്ടത്തിലെ യൂറോപ്യൻ ഡോക്ടേഴ്സ് സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ജെൻറ്റിൽമാൻ എന്നാണ്. ഒരിക്കലും ഒരു ജെൻറ്റിൽമാൻ്റെ കൈ അഴുക്കായിരിക്കില്ല. അവർ ഏറ്റവും വൃത്തിയുള്ള ശുചിത്വമുള്ള ആളുകളായിരിക്കും. അവർ കാരണം അവരുടെ തന്നെ രോഗികൾ മരിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഈഗോയെ നല്ല രീതിയിൽ ഹർട്ട് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന സകല സീനിയർ ഡോക്ടേഴ്സും അദ്ദേഹത്തോട് ഒരു ചോദ്യം ഉച്ചത്തിൽ ചോദിച്ചു. വേർ ഈസ് യുവർ പ്രൂഫ്? സെമൽവെയ്സിൻ്റെ കയ്യിൽ ഒരുപാട് ഡേറ്റ ഉണ്ടായിരുന്നു. ആ ഡേറ്റയൊക്കെ വ്യക്തവുമായിരുന്നു. കൈ കഴിയതിന് ശേഷം മാത്രം പ്രസവം എടുക്കുമ്പോൾ മരണനിരക്ക് കുത്തനെ കുറയുന്നു. പല ഘട്ടങ്ങളിലും അത് 0% മാറുന്നു. അല്ലാത്തപ്പോൾ അത് 18% ഉയരുന്നുമുണ്ട്. പക്ഷേ അതൊന്നും ആ ഡോക്ടേഴ്സ് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ശാസ്ത്രം ശാസ്ത്രീയമായിട്ട് തന്നെ പറയണം. വെറും കണക്കുകൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സയൻസ്? എന്തുകൊണ്ട് കൈ കഴുകുമ്പോൾ മരണം നടക്കുന്നില്ല? അത് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് ശാസ്ത്രവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം മാത്രമായിട്ടേ ഞങ്ങൾക്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ അവർക്കെല്ലാം അറിയാമായിരുന്നു കൈ കഴുകുമ്പോൾ ആ സ്ത്രീകളൊക്കെ സുരക്ഷിതരാണെന്ന്. പക്ഷേ അവരുടെ ഈഗോ കാരണം അവർക്ക് കൈ കഴുകാൻ തോന്നിയില്ല. സാധാരണഗതിയിൽ കൈ കഴുകി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഡോക്ടേഴ്സ് പോലും ബോധപൂർവം കൈ കഴുകാതെ പ്രസവമെടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ മരണനിരക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാളും വർദ്ധിച്ചു. ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ സെമൽവെയ്സ് നിസ്സഹായനായിട്ട് നിന്നു. പക്ഷേ അദ്ദേഹത്തിന് അടക്കാനാവാത്ത അരിശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വ്യക്തമാണ് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഡോക്ടേഴ്സിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഈഗോ കാരണം അവരത് അംഗീകരിക്കുന്നില്ല. അത് കാരണം അനേകം സ്ത്രീകളാണ് ഓരോ ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ക്ഷുഭിതനായി. പല സീനിയർ ഡോക്ടേഴ്സിനും അദ്ദേഹം അനവധി കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. പല ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും അദ്ദേഹം തുടർച്ചയായിട്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകളിലൊക്കെ ഡോക്ടേഴ്സിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊലപാതകികളെന്നാണ് അദ്ദേഹം വിളിച്ചത്. പലപ്പോഴും അവരെ ഇഗ്നോറൻറ്റ് ഫൂൾസ്, അതായത് കാര്യമറിഞ്ഞിട്ടും മണ്ടനെ പോലെ പെരുമാറുന്ന വ്യക്തികളെന്ന് വിശേഷിപ്പിച്ചു. വർഷങ്ങൾ കടന്നു പോകും തോറും അദ്ദേഹത്തിലുണ്ടായിരുന്ന അരിശം ശരിക്കും അങ്ങ് വർദ്ധിച്ചു. ഒരു ഭ്രാന്തനെ പോലെയൊക്കെയാണ് അദ്ദേഹം പെരുമാറിയത്. ഒപ്പമുണ്ടായിരുന്ന ഡോക്ടേഴ്സും അയൽപക്കക്കാരും, എന്തിനേറെ പറയണം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യ പോലും കരുതി അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന്. 1865 അദ്ദേഹത്തിന് വെറും 47 വയസ്സേ പ്രായമുള്ളൂ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചു. പക്ഷേ നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന വ്യാജേന അദ്ദേഹത്തെ ബോധപൂർവം ഒരു മെൻ്റൽ അസൈലത്തിലേക്ക് കൊണ്ടുപോയി. താൻ എത്തപ്പെട്ടിരിക്കുന്നത് ഒരു മെൻ്റൽ ഹോസ്പിറ്റലാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അടക്കാനാവാത്ത ദേഷ്യവും അരിശവും ഒക്കെ തോന്നി. ബലപ്രയോഗത്തിലൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡുകൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ ഒരുപാട് മുറിപ്പാടുകളുണ്ടായി. ആ മുറിപ്പാടുകളോടുകൂടിയാണ് അദ്ദേഹത്തെ സെല്ലിലടയ്ക്കുന്നത്. അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന വില്ലൻ അദ്ദേഹത്തിൽ തന്നെ വിഴുങ്ങുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടായല്ലോ, അതേ മുറിവുകളിലൂടെ ആ ഹോസ്പിറ്റലുണ്ടായിരുന്ന ബാക്ടീരിയകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അതേ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ ഉണ്ടായി. തുടർച്ചയായിട്ടുള്ള 2 ആഴ്ചകൾ അദ്ദേഹത്തിന് വിറയലോട് കൂടിയിട്ടുള്ള പനിയായിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം ആ ധീര പോരാളി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ഡോക്ടർ ഇഗ്നസ് സെമൽവെയ്സ് എന്തിനു വേണ്ടിയാണോ പോരാടിയത് അതേ കാരണം തന്നെ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും വിഴുങ്ങി. ആളുകളൊന്നും അത് വകവച്ചില്ല. ഒരു ഭ്രാന്തൻ മരിച്ചു എന്ന് മാത്രമാണ് ആളുകൾ കരുതിയത്. അതിൻ്റെ പിന്നിൽ അദ്ദേഹം തന്നെ കണ്ടെത്തിയിട്ടുള്ള ബാക്ടീരിയ ആണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നെയും ഒരു 20 വർഷം കൂടി കഴിഞ്ഞിട്ട് മാത്രമാണ് ലൂയി പാസ്റ്റർ ജേം തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. ലൂയി പാസ്റ്ററിൻ്റെ ജേം തിയറി പ്രൂവ് ആകുന്നത് മനസ്സിലാക്കിയ ലോകം കുറ്റബോധത്തോടു കൂടി നോക്കിയത് ഒരു ഹംഗേറിയൻ ഡോക്ടറിൻ്റെ കുഴിമാടത്തിലേക്കായിരുന്നു. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അത് ലോകം അംഗീകരിച്ചില്ല. അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി മുദ്ര കുത്തി
അവർ കൊന്നുകളഞ്ഞു. ആ കൊന്നുകളഞ്ഞത് അനേകം സ്ത്രീകളുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ഒരു മഹാത്മാവാണെന്ന് അവർ വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ആ കുറ്റബോധം കാരണം അദ്ദേഹത്തിന് ഒരു പേര് തന്നെ ഇവർ ചാർത്തിക്കൊടുത്തു: സേവിയർ ഓഫ് മദേഴ്സ്, അമ്മമാരുടെ രക്ഷകൻ. അദ്ദേഹത്തിന് ഒരുപാട് അമ്മമാരെ രക്ഷിക്കാൻ സാധിച്ചില്ല, പക്ഷേ കുറേ സ്ത്രീകൾ അദ്ദേഹം കാരണം ജീവിച്ചു. അവർക്ക് പിന്നെയും കുട്ടികളുണ്ടായി. അവരുടെ തലമുറകൾ ഒരുപക്ഷെ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. ഡോക്ടർ ഇഗ്നസ് സെമൽവെയ്സ് എന്ന പേര് പിന്നീട് സൈക്കോളജിയിലെ ഒരു ടേമായിട്ട് മാറി: സെമൽവെയ്സ് റിഫ്ലെക്സ്. നിലവിലുള്ള അറിവിനും വിരുദ്ധമായിട്ട് പുതിയൊരു അറിവ് പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ മനുഷ്യന് സ്വാഭാവികമായിട്ടും ആ അറിവിനെ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. മുൻപുള്ള അറിവിനോടൊപ്പമായിരിക്കും ആളുകൾ നിൽക്കുക. പുതുതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന അറിവുകൾ അത് എത്ര ശരിയാണെങ്കിലും അവർ ആദ്യമൊന്നും അത് അംഗീകരിക്കില്ല. അത്രയും ശക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടുമ്പോൾ മാത്രമായിരിക്കും അതിലേക്ക് മനുഷ്യർക്കൊരു ചായ്വുണ്ടാകുന്നത്. എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനൊരു ചരിത്രം പറഞ്ഞത്? സെമൽവെയ്സ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് വെറും ഒരു മെഡിക്കൽ ഹിസ്റ്ററി മാത്രമല്ല, മെഡിക്കൽ സയൻസിൽ മാത്രമല്ല ഇത് ബാധകം. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ സെമൽവെയ്സ് റിഫ്ലെക്സ് ഉണ്ട്, ഇപ്പോഴുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ അത് എപ്പോഴും മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് പുതിയ ആശയങ്ങൾ കാണുമായിരിക്കും. സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കുന്നത് പോലൊന്നും ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി സാധാരണ ഒരു മനുഷ്യൻ ചൂസ് ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കില്ല. അത് ഒരുപക്ഷെ സേഫ് ആയിരിക്കില്ല, ഒരുപാട് റിസ്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ കരിയർ ഗ്രോത്തിനെ തന്നെ അത് ബാധിച്ചെന്ന് വരാം. പക്ഷേ നിങ്ങളുടെ ആശയം യുണീക്കായിരിക്കും. ആ യുണീക്കായിട്ടുള്ള ആശയവുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റാർക്കും സാധിക്കാത്ത പല നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. പക്ഷേ ഒരുപാട് എതിർപ്പുകളുണ്ടാകും. കാരണം കൺവെൻഷനലായിട്ടുള്ള ഒരു രീതിയല്ല നിങ്ങളുടേത്, കൺവെൻഷനലായിട്ടുള്ളൊരു ആശയമല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങളെക്കൊണ്ട് അത് സാധിക്കില്ല, നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ പറയുന്നതുമൊക്കെ തെറ്റാണ്, നിങ്ങളൊരു ഭ്രാന്തൻ മാത്രമാണെന്ന് പറഞ്ഞ് അവർ നിങ്ങളെ കൊച്ചാക്കാൻ ശ്രമിക്കും. സെമൽവെയ്സിനെ നശിപ്പിച്ചതുപോലെ ക്രൂരമായി മർദ്ദിച്ച് നിങ്ങളെ കൊല്ലാൻ അവർ ശ്രമിക്കും. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും ഒരു തരി പോലും നിങ്ങൾ പിന്നോട്ട് പോകരുത്. കാരണം നിങ്ങൾ ആ കാഴ്ചപ്പാടിൽ 100% തൃപ്തനാണ്. നിങ്ങൾക്കതിൽ ക്ലിയർ ആയിട്ടുള്ള ധാരണയുണ്ട്. നിങ്ങൾക്ക് അതിൽ ലോജിക്കലായിട്ടുള്ള അനാലിസിസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പക്കൽ കൃത്യമായിട്ടുള്ള ഡേറ്റയുണ്ട്. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പിന്നിൽ നിന്ന് കുത്താനും വെട്ടി വീഴ്ത്താനും അനേകം പേരുണ്ടാകും. അവരുടെ മുൻപിൽ കീഴടങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.